കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hello everyone, welcome to LearnWise Igno Focus 4.0. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ UG ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള BEGLA 137 എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആൻഡ് ഓൾസോ അതിന്റെ അനാലിസിസുമാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ ആക്ച്വലി നമ്മൾ ഈ BEGLA 137 എന്ന് പറയുന്ന പേപ്പറിന്റെ മുൻകാല വർഷങ്ങളുടെ ചോദ്യ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഓരോ നമ്മുടെ ബ്ലോക്സുകളിലെയും ഓരോ യൂണിറ്റ്സുകളിനകത്ത് ഏതൊക്കെ യൂണിറ്റ്സുകളിൽ ഏതൊക്കെ ടോപ്പിക്കാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്നും അതിൽ ഏതൊക്കെ ടോപ്പിക്സ് ചെയ്യുന്നതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും എത്ര തവണയാണ് അങ്ങനെ ഉള്ളതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ യു വിൽ ബി ഓൾ കോൺഫിഡൻസ് ഇനഫ് ടു റൈറ്റ് യുവർ എക്സാം വെരി വെൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ആ പേപ്പർ BEGLA 137. Okay, so let's begin. Introduction. The Igno TEEPYQUA In-Depth Analysis and Predictive Guide for BEGLA 137 Language Through Literature has been designed to empower learners with targeted data-driven strategies for exam preparation. By analyzing the complete archive of past term and examination papers and mapping them to the official syllabus, this guide helps students focus on high-yield areas, avoid common pitfalls, and revise more effectively, ensuring that every study session delivers maximum value and exam confidence. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ പ്രീവിയസ് നടന്നിട്ടുള്ള പാസ്റ്റ് ഉള്ള ടേം ആൻഡ് എക്സാമിനേഷൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളതും ഏതൊക്കെ പെർട്ടിക്കുലർ ടോപ്പിക്സ് ആണ് നമ്മൾ റിവൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡോക്യുമെന്റ് റൂട്ട് മാപ്പ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു വീഡിയോ സ്ട്രക്ചർ എങ്ങനെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വിൽ ബി ഹാവിംഗ് സിലബസ് മാപ്പിംഗ്. അതിൽ ദാറ്റ് ഗീവ്സ് എ ഡീറ്റെയിൽഡ് അലൈൻമെന്റ് ഓഫ് ഓൾ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് വിത്ത് ഫ്രീക്വന്റ്ലി എക്സാമിൻ ടോപ്പിക്സ് ഹൈലൈറ്റിംഗ് സെക്ഷൻസ് ദാറ്റ് ഹാവ് ഹിസ്റ്ററിക്കലി അട്രാക്റ്റഡ് മോർ ക്വസ്റ്റ്യൻസ്. അപ്പൊ നമ്മുടെ സിലബസിനകത്ത് ഏതൊക്കെ ബ്ലോക്സും യൂണിറ്റ്സും ആണ് നമുക്ക് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ്. അപ്പൊ നമ്മളുടെ ദാറ്റ് പ്രൊവൈഡ്സ് ആൻഡ് ഓവർവ്യൂ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ്, ഏതൊക്കെ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളതെന്നും ആൻഡ് ഓൾസോ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ്സും ആൻഡ് ഓൾസോ കീ ഷിഫ്റ്റ്സ് ഇൻ പേപ്പർ സ്ട്രക്ചർ അക്രോസ് റീസെന്റ് ഇയേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഉള്ളതെന്ന് വെച്ചാൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. റിപ്പീറ്റഡ് ആയിട്ടുള്ള റെപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ തീമാറ്റിക് അനാലിസിസ് ഓഫ് റിപ്പീറ്റഡ് ഓർ റീഫ്രേസ് ക്വസ്റ്റ്യൻസ്, സ്പോട്ട്ലൈറ്റിംഗ് പെർസിസ്റ്റന്റ് ഫോക്കസ് ഏരിയാസ് ആൻഡ് കോമൺലി ടെസ്റ്റഡ് കോൺസെപ്റ്റ്സ്. പിന്നെ ഉള്ളതാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അത് എത്രത്തോളം ചോദിക്കാൻ സാധ്യത ഉണ്ടാവും എന്ന് പറയാനാണ് നമ്മളുടെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് സ്റ്റാറ്റിസ്റ്റിക്കലി ഡ്രിവൻ ഫോർകാസ്റ്റ് ഓഫ് ലൈക്ലി ടോപ്പിക്സ്, വരാൻ സാധ്യതയുള്ള ടോപ്പിക്സും ആൻഡ് ഓൾസോ അതിലെ ക്വസ്റ്റ്യൻ ടൈപ്സും ഫോർ ദ അപ്കമിംഗ് എക്സാം ബേസ്ഡ് ഓൺ വെയ്റ്റഡ് ഫ്രീക്വൻസി ആൻഡ് റീസൻസി. Next, more predictive paper. A model test paper reflecting probable patterns and priorities, enabling self-assessment under exam-like conditions. And last, you have this model answers and marking scheme, sample answers with annotations and an outline of marking expectations, equipping learners with insights of content depth, സ്ട്രക്ചർ ആൻഡ് പ്രസന്റേഷൻ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ലാസ്റ്റ് നമുക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. അതിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ മെത്തഡോളജി കോൾ ഔട്ട്. Our process entailed a comprehensive review of past TEE question papers with topic frequency weighted by recency to sharpen predictive accuracy. Syllabus mapping was cross-verified to ensure complete and relevant coverage. Next, you have the learner motivation.
Use this guide to study smarter, not harder. Equip yourself with the insights, practice, and confidence to excel in the BEGLA 137 TEE. So the strategic preparation starts here. Next, you have as a syllabus mapping by blocks, units, and topics with exam relevance. അപ്പൊ നമുക്കിനി നമ്മളുടെ പേപ്പർ നമുക്കറിയാം ഓരോ ബ്ലോക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ബ്ലോക്സിനകത്തിനെ വീണ്ടും നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്ന യൂണിറ്റ്സുകളായിട്ടാണ്. അപ്പൊ ഇനി നമ്മളുടെ ഓരോ സിലബസിനകത്തും ഏതൊക്കെ ബ്ലോക്സുകളും അതിന്റെ യൂണിറ്റ്സുകളും ഏതൊക്കെ ടോപ്പിക്സുകളൊക്കെ നമ്മളിനി ബ്ലോക്ക് വൈസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, so നമുക്കൊരു ബാർ ചാർട്ട് ഉണ്ട്. ദാറ്റ് ഇസ് ഗിവ്സ് എ ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക്. അതിൽ എക്സ് ആക്സിസ് ഫോർ ദ ബ്ലോക്ക് നമ്പേഴ്സ് ഫ്രം 1 to 4 ആൻഡ് വൈ യു ഹാവ് എ ടോട്ടൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ ഒരു ബാർ ഗ്രാഫ്. ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഒരു വൊക്കാബുലറി ആൻഡ് മീനിങ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏകദേശം ഒരു 40+ ഉണ്ട്. പിന്നെ നമുക്കുള്ള ബ്ലോക്ക് 2 ലിറ്റററി ഡിവൈസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് ഈ പറയുന്ന ബ്ലോക്കിൽ നിന്നാണ്. മോർ ദാൻ 40 തന്നെയാണ് ഇവിടെ. ഏറ്റവും ലീസ്റ്റ് വന്നിരിക്കുന്ന ബ്ലോക്ക് 3 ആണ്, സ്ട്രക്ചർ വേർഡ്സ്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് 4 റെട്രിക്കൽ ക്വസ്റ്റ്യൻസ്. ഒരു മീഡിയം ലെവലാണ്, നമുക്കൊരു 40ഓളമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ ബ്ലോക്സുകളെ നമ്മൾ അതില് 4 യൂണിറ്റ്സുകളെ തിരിച്ചിട്ട് അതിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സുകൾ എത്ര തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെന്നും അതിന് വരാനുള്ള റെലവൻസിന്റെ ആ ഒരു സ്കെയില് നമുക്ക് ലോ, മീഡിയം, ഹൈ എന്ന് പറയുന്ന സ്കെയിലാണ് എടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ വി ഹാവ് ദ ബ്ലോക്ക് 1 ദാറ്റ് ഇസ് വൊക്കാബുലറി ആൻഡ് മീനിങ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്. 14 അപ്പിയറൻസ് ആണ്, വിച്ച് മീൻസ് ഹൈ ആണ് അതിന്റെ റെലവൻസ്. ആൻഡ് സിമിലർലി നമ്മുടെ യൂണിറ്റ് 2ഉം ഹൈ റെലവൻസ് തന്നെയാണ്. 12 തവണയാണ് നമുക്ക് ഫ്രേസൽ വെർബ്സ് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് മീനിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. മൂന്നാമത്തെ യൂണിറ്റ് വി ഹാവ് എസ് ഹോമോണിംസ് ആൻഡ് ഹോമോഫോൺസ്. അപ്പിയറൻസ് 10 തന്നെയാണ് ക്വസ്റ്റ്യൻസിന്റെ. ആൻഡ് ഓൾസോ അത് റെലവൻസ് ഇസ് വെരി ഹൈ തന്നെയാണ്. ആൻഡ് സിമിലർലി നമ്മളുടെ യൂണിറ്റ് 4 ആണെങ്കിൽ അവിടെ അപ്പിയറൻസസ് 7 ആണ്, റെലവൻസ് ഒരു മീഡിയം ലെവലാണ്. നമ്മളുടെ സ്റ്റഡി ലിറ്റററി ടെക്സ്റ്റ് ഗാന്ധിയും ഹോപ്കിൻസും. ആൻഡ് യു ഹാവ് ദ ബ്ലോക്ക് 2 literary devices. The unit 5 is sound patterns, alliteration, assonance, and onomatopoeia. And then 9 questions on appearance, rather than the level is medium. Then you have unit 6 is simile, metaphor, synecdoche, metonymy, personification. And the relevance namukku high ആണ്. And we have the questions namukku 15 times ആണ് questions appear ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് യൂണിറ്റ് 7 and യൂണിറ്റ് 8 രണ്ടിന്റെയും relevance high തന്നെയാണ്. യൂണിറ്റ് 7 is irony, paradox, and antithesis. അത് നമുക്ക് 13 times അപ്പിയറൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് 8 ഇസ് ആലിഗറി, സിംബൽ, ഇമേജറി എന്ന് പറയുമ്പോൾ അപ്പിയറൻസ് 10 ആണ്. ആൻഡ് ഇറ്റ്സ് റെലവൻസ് ലെവൽ ഹൈ തന്നെയാണ്. ഇനി നമ്മൾ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 യൂണിറ്റ്സിന് ലോയും 2 യൂണിറ്റ്സ് മീഡിയം ആണ്. അപ്പൊ നമ്മുടെ യൂണിറ്റ് 9ഉം 10ഉം ദാറ്റ് സ്ട്രക്ചർ വേർഡ്സ് ആൻഡ് കോണ്ടന്റ് വേർഡ്സും ഓക്സിലറീസിനകത്ത് നമുക്ക് 6 ആണ് നമ്മളുടെ നമ്പർ ഓഫ് അപ്പിയറൻസസും ആൻഡ് ഓൾസോ 5 ആണ്. സോ ലെവൽ എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇനി നമ്മൾ യൂണിറ്റ് 11 ആൻഡ് 12. യൂണിറ്റ് 11 ഇസ് കൊഹീഷൻ, റെഫറൻസ്. നമ്പർ ഓഫ് അപ്പിയറൻസസ് 4ഉം ആൻഡ് ദി ലെവൽ ഓഫ് ഇമ്പോർട്ടൻസ് പറഞ്ഞ ലോവർ ആണ് വെൻ കമ്പയർഡ്. ആൻഡ് ദെൻ യു ഹാവ് ദി യൂണിറ്റ് 12 ദാറ്റ് ഇസ് ലിങ്കേജ് ആൻഡ് റിലേഷൻസ്. നമ്പർ ഓഫ് അപ്പിയറൻസസ് 3 ആണ് ആൻഡ് റെലവൻസ് ലെവൽ ലോ തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് 4 റെട്രിക്കൽ ഡിവൈസസ്. ഇവിടെ നമുക്ക് എല്ലാ ലെവലിലുമുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 13 ഇസ് റെറ്ററിക് ആൻഡ് അവിടെ അപ്പിയറൻസസ് 12 ആണ് ആൻഡ് ദി ലെവൽ ഇസ് ഹൈ. Then you have unit 14 is structure and style. Number of appearances is 9 and the level is medium. Then you have unit 15, repetition and request or offers, and the questions number ചോദിച്ചിട്ടുള്ളത് 8 and relevance is medium ആണ്. Then നമുക്ക് നെക്സ്റ്റ് ഉള്ളത് യൂണിറ്റ് 16 ആണ്. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻസ് ഇസ് റെട്രിക്കൽ ഡിവൈസസ്. നമ്പർ ഓഫ് അപ്പിയറൻസ് എന്ന് പറയുന്നത് 7 ആണ് ആൻഡ് റെലവൻസ് ഇസ് മീഡിയം. ദെൻ യു ഹാവ് യൂണിറ്റ് 17, പൊളൈറ്റ്നസ് ഇൻ ലാംഗ്വേജ്. നമ്പർ ഓഫ് അപ്പിയറൻസസ് 4 ആണ് ആൻഡ് ദ റെലവൻസ് ലെവൽ എന്ന് പറയുന്നത് ലോ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു സ്കോറിങ്ങിന് ലെവൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഹൈ, മീഡിയം, ലോ എന്ന് പറയുമ്പോൾ നമുക്ക് 10ൽ കൂടുതലുള്ള അപ്പിയറൻസിനാണ് നമ്മൾ ഹൈ എന്ന് പറഞ്ഞ് കാറ്റഗറൈസേഷൻ ചെയ്തിരിക്കുന്നത്. 5 to 9 ആണെങ്കിലും മീഡിയം, ലെസ് ദൻ 5 ആണെങ്കിൽ യു ഹാവ് എസ് എ ലോ. ഹീറ്റ് മാപ്പ് സമ്മറി നോക്കുകയാണെങ്കിൽ നമ്മൾ റെഡ്, നമുക്ക് അടുത്ത കളർ റെഡ്നെസ് ഫോർ ദ ഹൈ ആണ്, ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 10 ആണ്. ഓറഞ്ച് സ്റ്റാൻഡ്സ് ഫോർ ദ മീഡിയം, ബിറ്റ്വീൻ 5 to 9. ദെൻ യു ഹാവ് യെല്ലോ, ഇറ്റ്സ് ലെസ് ദാൻ 5 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ യൂണിറ്റ് വൈസ് കളർ ബേസ്. ഓരോ യൂണിറ്റും റെഡും ഓറഞ്ചും യെല്ലോ എന്നും പറഞ്ഞ് അതിന് റെലവൻസ് ബേസ് ആക്കിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന് ഹീറ്റ് മാപ്പേഴ്സ്, ഫ്രീക്വൻസി ഇവിടെ കളർ വൈസ് നമുക്ക് നോക്കുകയാണ്. ഓരോ ബ്ലോക്ക് 1 അത്രയും ആ ഒരു ഇമ്പോർട്ടൻസും ആ ലെവലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അതിന്റെ അപ്പിയറൻസും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് യു ഹാവ് ദ കീ ഇൻസൈറ്റ് ബോക്സ്.
Okay, so top 3 high yield topics. അത് മെയിൻലി വരുന്ന നമുക്ക് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് നമ്മുടെ ബ്ലോക്ക് 2-നകത്ത് യൂണിറ്റ് 6 and 7 they are heavily featured with questions on metaphor, simile, irony and paradox in almost every TEE, often as definitional application or identification task. നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് വൊക്കാബുലറി ആൻഡ് മൾട്ടിപ്പിൾ മീനിങ്സ്. അത് നമ്മുടെ ബ്ലോക്ക് 1-ലെ യൂണിറ്റ്സ് 1 to 3 ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളാണ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്, homonyms or homophones, and phrasal verbs are constantly tested both directly and via application reading comprehensions. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക് ആണ് റെറ്ററിക്. അതിലെ ബ്ലോക്ക് 4 യൂണിറ്റ് 13-ലാണ് വരുന്നത്. Recurring both as a direct short note and in the analysis of passages or questions related to stylistic devices. അത് നമുക്ക് ഇതിന്റെ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ഫോർമാറ്റ്സ് ആണ് ഉണ്ടാവുക. ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എസ്സേ അല്ലെങ്കിൽ പാസേജ് ബേസ് ആൻസർ ആയിരിക്കും. അതിന്റെ ഒരു മാർക്ക് റേഞ്ച് എന്ന് പറയുന്നത് 8 to 12 മാർക്സ് ആയിരിക്കും. അത് നമ്മൾ എഴുതേണ്ട വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 150 to 250 വേർഡ്സ് ആണ്. അങ്ങനെ നമുക്ക് സെക്കൻഡ് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഓർ എക്സ്പ്ലനേഷൻ ആണ്. അതിന്റെ മാർക്ക് റേഞ്ച് വരുന്നത് 4 to 6 ആണ്. വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 60 to 100 ആണ് അതിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കറക്റ്റ് ദ സെന്റൻസ്. അത് മാർക്ക് റേഞ്ച് 1 to 2 ആണ്. യൂഷ്വലി 1 to 2 ലൈൻസ് പെർ ബ്ലാങ്ക് ഓർ കറക്ഷൻ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറി ആണ് ഐഡന്റിഫിക്കേഷൻ ഓർ എക്സാമ്പിൾ ഓർ മാച്ചിങ് ഓർ MCQ ആണ്. അതിലെ മാർക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 to 3 ആണ്. യൂഷ്വലി സിംഗിൾ ഫ്രേസ് സെന്റൻസ് ഓർ ഐഡന്റിഫിക്കേഷൻ പെർ ഐറ്റം ആണ്. Then you have the fifth category question, sentence construction or transformation ആണ്. That is used in sentence change, form, make sentences ആണ്. And mark range എന്ന് പറയുന്നത് 2 marks for each question ആണ്. And അത് യൂഷ്വലി 1 to 2 sentence per response ആണ് നമുക്കുള്ളത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ആൻസർ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇവിടെ this format assesses the ability to critically read, interpret and analyze literary passages or prose excerpts. Tasks may include answering comprehension questions, discussing themes or analyzing language and style. Typically, these carry 8 to 12 marks each and require a structured response of 150 to 250 words, focusing on depth, clarity and textual evidence. Next, we have a short notes or definition or explanation. Here, the learners are required to define, explain, or write concise notes on concepts like metaphor, rhetoric, or cohesion. Each response is expected to be clear, accurate, and illustrative, usually around 60 to 100 words and worth 4 to 6 marks. Precision and relevance to syllabus topics are key. അടുത്ത വരുന്ന ടൈപ്പിലാണ് നമുക്കുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ കറക്റ്റ് സെന്റൻസ് ആണ്. ഇവിടെ ദീസ് ഒബ്ജക്റ്റീവ് ഐറ്റംസ് ടെസ്റ്റ് ഗ്രാമർ, വൊക്കാബുലറി, prepositions, conjunctions or correction of errors. And each blank or correction is typically worth 1 to 2 marks ആണ്, with responses often being single words or short phrases. And this section നമുക്ക് മെയിൻലി ചെക്ക് ചെയ്യുന്നത് ഫങ്ഷണൽ നോളജ് ആൻഡ് ഓൾസോ നമ്മളുടെ ക്വിക്ക് റീകോളും ആണ്. ഫോർത്ത് ടൈപ്പേഴ്സ് നമുക്കുള്ളതാണ് ഐഡന്റിഫിക്കേഷൻ ഓർ എക്സാമ്പിൾ ഓർ മാച്ചിങ് ടൈപ്പിനകത്ത് വരുമ്പോൾ ഹിയർ ദ ടാസ്ക് ഇൻക്ലൂഡ് ഐഡന്റിഫൈങ് ലിറ്റററി ഡിവൈസ് ഇൻ എ സെന്റൻസ്, മാച്ചിങ് ഫ്രേസൽ വെർബ്സ് ഓർ പ്രൊവൈഡിങ് എക്സാമ്പിൾസ്. Each question is usually 2 to 3 marks ആയിരിക്കും ഉണ്ടാവുക and expects a brief but accurate response, often a single sentence. This format assesses applied understanding of core concepts.
അടുത്ത നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ നമ്മൾ പാസ്കർ പറയുന്ന പേപ്പർ 2022, 2023, 24 ആൻഡ് ഓൾസോ 24 എന്ന് പറഞ്ഞ കാറ്റഗറിയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ നമ്മൾ ബ്ലോക്ക് 1 ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ മീനിങ് ആൻഡ് വൊക്കാബുലറി ആണെങ്കിൽ അതിൽ ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ 19 to 22% ആണ്. നമുക്ക് 2022 ആണ്. 2000 നെക്സ്റ്റ് ഇയറിൽ 20യും പിന്നീട് 18 പിന്നെ 20 പിന്നെ 19 ആണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലിറ്റററി ഡിവൈസസ് ആണ്. ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ 27 to 30% ആണ്. അതിൽ ഫസ്റ്റ് 3 ഇയേഴ്സ് നമുക്ക് നോക്കാം 28, 27, 29 ആണ്. ലാസ്റ്റ് വരുമ്പോൾ 13, 28 ആണ്. പിന്നെ നമുക്ക് ബ്ലോക്ക് 3 എടുക്കുകയാണ് സ്ട്രക്ചർ വേർഡ്സ് ആണ്. ഇതിന്റെ ടോട്ടൽ ഷെയർ എന്ന് പറഞ്ഞാൽ 13 to 16% ആണ്. ആവറേജ് മാർക്സ് നമ്മൾ നോക്കുമ്പോൾ 2022 ആണെങ്കിൽ 16, 2023 ആണെങ്കിൽ 15, 23, 13, 23, 24 14, 2024 15 സിമിലർലി നമ്മുടെ ബ്ലോക്ക് 4 എടുക്കാൻ ഇലക്ട്രിക്കൽ ഡിവൈസസ് അതിന് ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 36 to 40. ഏറ്റവും അധികം ഹയസ്റ്റ് ഷെയർ വന്ന ബ്ലോക്ക് ആണ്. നമുക്ക് 34 ക്വസ്റ്റ്യൻസ്, 38, 40, 36 എല്ലാം നമുക്ക് 30 above ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമ്മുടെ ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു വിഷ്വൽ ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓരോത്തിന്റെയും പറഞ്ഞ അതിന്റെ വെയിറ്റേജ് ഓരോ വർഷവും ചോദിച്ച എക്സാമിന്റെ അനുസരിച്ച് അതിന് ഡിഫറെന്റ് ടൈപ്സ് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫിഗറിനകത്ത് പറഞ്ഞ ദർ ഇസ് എ ഇയർലി പെർസെന്റേജ് വെയിറ്റ് ഓഫ് ലോങ് ആൻസർ, ഷോർട്ട് നോട്ട്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഐഡന്റിഫിക്കേഷൻ ഓർ മാച്ചിങ് ഫോർമാറ്റ്സ് ആണ്. അതിൽ ഡിസംബർ 2022 ആ ടൈമിലാണ് ജൂൺ പറയുന്നത്. ഇറ്റ് ഇസ് ഫ്രം ജൂൺ 2022 ടു ഡിസംബർ 2024 വരെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മളെ ലോങ് ആൻസർ അല്ലെങ്കിൽ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഹാസ് റിമെയിൻ സ്റ്റേബിൾ about around 30% of total marks confirming its dominance. പിന്നെ നമുക്കുള്ളതാണ് ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനിഷൻ. സോ സ്ലൈഡ് ഡിപ്പ് 2023 പക്ഷെ പിന്നീട് വീണ്ടും 2024 പഴയ കണക്കുള്ള വെയിറ്റേജ് വന്നു. Then you have fill in the blanks or correction has gradually increased, now representing up to 20% of marks. നെക്സ്റ്റ് വരെ നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ ഓർ എക്സാമ്പിൾ ടാസ്ക് are stable with a slight rise literary device or application questions in 2024. നമുക്ക് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ടിപ്പ് ആൻഡ് ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഓരോ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലോങ് ആൻസർ എന്ന് പറയുമ്പോൾ 30% മാർക്ക് ആകുമ്പോൾ 54 മിനിറ്റ്സ് ഉൾപ്പെടുള്ളൂ. അതായത് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് 18 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അതേ കണക്ക് നമ്മൾ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻ എടുക്കുകയാൽ നമുക്ക് 25% ആകുമ്പോൾ ടോട്ടൽ ഒരു 45 മിനിറ്റ്സ്. 9 ക്വസ്റ്റ്യൻസിന് നമ്മൾ 9 മിനിറ്റ്സ് പെർ ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ്. അപ്പൊ ഈ 9 into 5 45. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓർ കറക്ഷൻസ് പറയുമ്പോൾ 20% ആണ് നമ്മൾ ടൈം കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ടോട്ടൽ 36 മിനിറ്റ്സ് വിച്ച് മീൻസ് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുമ്പോൾ 36 ക്വസ്റ്റ്യൻസ് ആകും. അപ്പൊ അങ്ങനെയാണ് ടാലി ചെയ്യുന്നത്. Then you have identification or examples 15% ആണ്. 27 minutes total, 2 to 3 minutes for questions. Okay. പിന്നെ നമുക്ക് review is a 10% of time, 80 minutes for final revision. ഇനി നമുക്ക് അടുത്ത വരുന്ന ഒരു കേസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ്. അപ്പൊ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ്, കാരണം ഓരോന്നും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ടോപ്പ് 10 recurring questions നോക്കാം. നമ്പർ 1 is define or explain any two of the following literary devices. എക്സാമ്പിൾ മെറ്റനമി, പാരഡോക്സ്, അയണി സെലക്ട് ആക്കി. അത് ഏകദേശം 9 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. Then you have write short notes on any two. Literal versus metaphorical meaning, rhetoric, alliteration, pun, hyperbole, allegory, onomatopoeia, rhythm and cohesion. അപ്പൊ അത് ഏകദേശം 10 times ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് 10 തവണ ചോദിച്ചാണ് correct the following sentences. നാലാമത് you have is a fill in the blanks with suitable prepositions or conjunctions or auxiliaries. Total count is 10 ആണ്. Similarly വീണ്ടും നമുക്ക് 10 വന്ന് add prefixes or suffixes to make opposites or adjectives ആണ്. Sixth one you have is make sentences using given phrasal verbs or use the following words and sentences directed. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് 7th question is identify and explain the figure of speech or literary device in the given sentence. നമുക്ക് 10 times ആണുള്ളത്. ഇനി 8ാമത്തെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് write short notes on rhetoric or define it with examples. Total number of count എന്ന് പറയുന്നത് 8 ആണ്. Then you have the 9th one, that is read the given passage or poem and answer the following comprehension questions. Total appearance count 10 ആണ്. Then you have the 10th question, that is write short notes on or define personification, imagery, satire with examples. അതിന്റെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 8 ആണ്.
നമുക്ക് ഈ പറഞ്ഞതിന്റെ ഒരു ടേബിളിലോട്ട് നമ്മളിപ്പോ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ എനി ടു ലിറ്ററി ഡിവൈസസ് മെറ്റോണമി പാരഡോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 6 to 8 ആണ്. ഏകദേശം 9 തവണ വന്നിട്ടുണ്ട്. ആവറേജ് മാർക്സ് പറയുന്നത് 8 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ കീ ലിറ്റററി ഓർ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റ്സ് ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ബ്ലോക്സ് ഉണ്ടാകും. appearances 10 ആണ്. ആവറേജ് മാർക്സും 10 ആണ്. Then you have the next one is correct the following sentences ആണ്. അത് നമുക്ക് ബ്ലോക്ക് 3 യൂണിറ്റ്സ് 9 to 12 ഉണ്ടാവുക. ടോട്ടൽ അപ്പിയറൻസ് 10 ആവറേജ് മാർക്സ് 5 ആവും. Then you have the next one fill in the blanks. Using prepositions, conjunctions, auxiliaries ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ്സ് 9 to 10 ആണ്. ടോട്ടൽ അപ്പിയറൻസ് 10 ആവറേജ് മാർക്സ് you have is 5 ആണ്. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് ആഡ് പ്രിഫിക്സസ് ഓർ സഫിക്സസ് ആണ്. നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ്സ് 2 to 3 ആണ്. അപ്പിയറൻസ് പറയുന്നത് 10 ആണ്. ആവറേജ് മാർക്സ് 5 ആണ്. Then you have the next one is make sentences with phrasal verbs or words. അത് നമുക്ക് ബ്ലോക്സ് 1 to 3 യൂണിറ്റ് 2 to 9 ഒക്കെയാണ്. അപ്പിയറൻസ് 9 ആവറേജ് മാർക്സ് പറയുന്നത് 5 ആണ്. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓർ ലിറ്റററി ഡിവൈസ്. നമുക്ക് ബ്ലോക്ക് 2 യൂണിറ്റ് 6 to 8 ആണ്. അപ്പിയറൻസ് നമുക്കുള്ളത് 10 ആണ്. ആവറേജ് മാർക്സും 10 തന്നെയാണ്. Then you have the short note or definition of rhetoric. ബ്ലോക്ക് 4 യൂണിറ്റ് 13 ആണ്. നമ്മുടെ ഇതിനുള്ള ഒരു അപ്പിയറൻസ് 8 ആവറേജ് മാർക്സ് 5. നെക്സ്റ്റ് യു ഹാവ് പാസേജ് ഓഫ് പോയം കോംപ്രിഹെൻഷൻ ബ്ലോക്ക് 4 ഇന്റഗ്രേറ്റഡ് അക്രോസ് നമുക്ക് അവിടെ 10 ആവറേജ് മാർക്സും 10 തന്നെയാണ്. Then you have the short note definition personification imagery and satire. അതിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 6 to 8 ആണ്. നമ്പർ ഓഫ് അപ്പിയറൻസ് 8 ആവറേജ് മാർക്സ് എന്ന് പറയുന്നത് 5 ആണ്. നമുക്കൊരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലിന്റെ കേസ് നമുക്ക് നോക്കാം. സോ പ്രാക്ടീസ് ഈച്ച് ടോപ്പ് recurring question at least twice under time conditions. That is, you have to outline your answer in 5 minutes and read it 12 minutes per long. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഒരു fill in the blanks questions ടൈപ്പ് അല്ലെങ്കിൽ match the following അല്ലെങ്കിൽ കറക്ഷൻ വരികയാണെങ്കിൽ drill with at least 20 to 30 examples, then reviewing the answers, keep your total time under 8 to 10 minutes on section. പിന്നെ ഫോർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് കോംപ്രഹെൻഷൻ ആണെങ്കിൽ പ്രാക്ടീസ് വിത്ത് വേരിയഡ് പാസേജസ് എയിമിംഗ് ടു റൈറ്റ് ക്രിസ്പ് ഫാസ്റ്റ് റെസ്പോൺസ് വിത്ത് 10 to 12 minutes. Refer to the syllabus units for definitions or examples. നെക്സ്റ്റ് ഇസ് വിഷ്വലൈസേഷൻ പൈ ചാർട്ട് ആണ് ഇവിടെ ഉള്ളത്. സോ നമുക്ക് ഇനി ഒരു പൈ ചാർട്ട് ഉണ്ടാകും. ലെറ്റ്സ് സീ ദാറ്റ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു പൈ ചാർട്ടിന് ഇവിടെ വരുന്നത്. അപ്പൊ ഓരോ നമുക്കുള്ള പ്രപ്പോർഷൻ ഓഫ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഷോർട്ട് നോട്ട് റെട്ടറിക് ആണെങ്കിൽ 8.5%, ഐഡന്റിഫൈ ലിറ്റററി ഡിവൈസ് ആണ് 10.6%, യൂസ് ഫ്രേസൽ വെർബ്സ് ഓർ വേർഡ്സ് ആണ് 9.6%, ആഡ് പ്രിഫിക്സ് ഓർ സഫിക്സ് ആണ് 10.6, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും 10.6 തന്നെയാണ്. ആൻഡ് ഓൾസോ കറക്ഷനും അതുപോലെ ഷോർട്ട് നോട്ട്സ് ലിറ്റററി ഓർ ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റും 10.6% ആണ്. Then you have literary devices, example metonymy paradox 9.6%. Next you have short notes and personification imagery satire 8.5%. ഇനി instructions for students. Practice each of these top 10 question types at least twice, timing yourself to match exam speed and accuracy. Use a table above to target key blocks, units, and repeat the process with fresh examples from each section. നമുക്ക് ഓരോതിന്റെയും പ്രോബബിലിറ്റിയും പ്രഡിക്ഷൻ ഓരോ ബ്ലോക്ക് വൈസിലെ യൂണിറ്റിലെ ഇന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും അധികം ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്ങിനകത്ത് നമുക്ക് ചോദിക്കാൻ 90% ആണ്. കാറ്റഗറി ഹൈ തന്നെയാണ് 1. പിന്നെ നമുക്ക് വീണ്ടും ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമുക്കുണ്ട് ഫ്രേസൽ വെർബ്സ് എക്സ്റ്റൻഷൻ ഓഫ് മീനിങ്. അത് 80% ആണ് പ്രോബബിലിറ്റി, വിച്ച് മീൻസ് ഹൈ തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് വരുന്ന ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. ഒരു ഹോമോണിംസ് ഹോമോഫോൺസ് 70% ആണ് പ്രോബബിലിറ്റി. And the category comes under high category ആണ്. Next you have block 2 unit 6 figures of speech. You have simile metaphor. അതിന്റെ probability 10% ആണ് with high category ആണ്. Next you have block 2 unit 8. You have allegory, symbol and imagery. Probability എന്ന് പറയുന്നത് 80% category high ആണ്. Then you have block 2 unit 7 that is irony, paradox, antithesis probability 70% category high തന്നെയാണ്. footnote is okay. നെക്സ്റ്റ് നമുക്ക് തേർഡ് ബ്ലോക്കില് 9th യൂണിറ്റ് സ്ട്രക്ചർ വേർഡ്സ് ആൻഡ് കോണ്ടന്റ് വേർഡ്സ് പ്രോബബിലിറ്റി നമുക്ക് 60% കാറ്റഗറി എന്ന് പറഞ്ഞാൽ മീഡിയം ഒരു ലെവലാണ്.
Next you have block 3 യൂണിറ്റ് 10 ആണ് ഓക്സിലറീസ് ആൻഡ് മോഡൽസ്. അത് നമുക്ക് 40 ആണുള്ളത്. then the medium ആ ലെവൽ മീഡിയം തന്നെയാണ്. നെക്സ്റ്റ് യു ഹാവ് ബ്ലോക്ക് 3 യൂണിറ്റ് 11 കൊഹീഷൻ റെഫറൻസ് 30% ആണ് നമുക്ക് വരുന്നത്. ആൻഡ് അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ലോ തന്നെയാണ് പ്രോബബിലിറ്റി. then you have the block 4 യൂണിറ്റ് 13 റെട്ടറിക് 70% with ഹൈ പ്രോബബിലിറ്റി ആണ് പറയുന്നത്. നെക്സ്റ്റ് യു ഹാവ് the block 4 യൂണിറ്റ് 15 റെപ്പറ്റീഷൻ ഓർ റിക്വസ്റ്റ് ഓഫേഴ്സ് 50 തന്നെയാണ് പെർസെന്റേജ്. ഇത് മീഡിയം ലെവൽ ആണ് പറയാം. നെക്സ്റ്റ് വൺ യു ഹാവ് ഇസ് ബ്ലോക്ക് for unit 16 questions as rhetorical device അത് നമുക്ക് 40 തന്നെയാണ് പെർസെന്റേജ് and the medium ആണ് അതിന്റെ ലെവല്. then you have the block for unit 17 politeness in language 20 ആണ് അതിന്റെ ലെവല് ലോ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു ഹൈ എന്ന് പറയുമ്പോൾ above 70%, medium is 40 to 69% and low എന്ന് പറയുന്നത് less than 40% ആണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫോർ ജസ്റ്റിഫിക്കേഷൻ. കാരണം നമ്മുടെ ഫസ്റ്റ് ഫോട്ടോണത് ഇറ്റ് അപ്പിയർഡ് 9 out of നമുക്ക് 10 പേപ്പേഴ്സ് ആണ്. ദാറ്റ് ഈസ് ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്. അതേസമയം നമ്മുടെ സെക്കൻഡിനകത്ത് ഇറ്റ് അപ്പിയർഡ് ആസ് മേജർ സെക്ഷൻ ഓർ പാർട്സ് ക്വസ്റ്റ്യൻ ഇൻ 8 of at least 10 papers. Then third one is the homonyms or homophones tested in 7 of the last 10 sessions, often via definitions or examples. Then you have the fourth one is every paper asks for 2 or more figures of speech via definition, application or identification. Then you have the fifth one, allegory, symbol and imagery are frequent. 8 to 10 recent papers at least one. അടുത്ത നമ്മുടെ സിക്സ്ത് വണ്ണിനകത്ത് irony, paradox and antithesis questions appear as direct definitions or apply to text in 7 to 10. Then you have structure, word recognition and use. ഏകദേശം 6 out of 10 recent papers ആണ്. The next one is 8 is auxiliaries and models, including 4 out of 10 as grammar or correction items. Then you have the ninth one is short notes on rhetoric or its application featured in 7 out of 10 recent sessions. Then you have the 10th one is repetition and requests or offers. 5 out of 10 papers and questions or short notes on this. Then you have the 11th question, rhetorical questions or types of questions. It is 4 out of 10 as short answer or notes. ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് ഒരു പ്രയോറിറ്റി. നമ്മൾ ഏതൊക്കെ ടോപ്പിക്സിന് എത്രത്തോളം പ്രയോറിറ്റി കൊടുക്കണം, അങ്ങനെ ഹൈ പ്രയോറിറ്റി, മീഡിയം, ലോ നമുക്കുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആര് വരുന്നത് ഹൈ പ്രയോറിറ്റി ആണ്. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയാം. ലിറ്ററൽ വേഴ്സസ് മെറ്റഫോറിക്കൽ മീനിങ്. Then you have phrasal verbs, homonyms or homophones. Then you have figures of speech, you have simile, metaphor, irony, paradox, allegory, symbol, imagery, and then rhetoric. And how to revise this, use flashcards and teach back technique for figures of speech and core definitions. Practice writing or definitions and examples, review both your in application, and attempt time mock answers from last 6 papers. Next is tied to medium priority, structure words and contact words, auxiliaries and models, repetition or request or offers. Next is questions as rhetorical device. How to revise എന്ന് പറയുമ്പോൾ do fill in the blank in drills and error corrections, explain grammar rules aloud or to appear, and create summary charts or tables. Tier 3 എന്ന് പറയുമ്പോൾ low priority ആണ്. There you have as a cohesion or reference. Then you have politeness in language. നെക്സ്റ്റ് എങ്ങനെയാ റിവൈസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡ് ദീസ് ടോപ്പിക്സ് വൺസ്, നോട്ടിംഗ് കീ ടേംസ് ആൻഡ് 1 എക്സാമ്പിൾ ഈച്ച്, ആൻഡ് പ്രാക്ടീസ് എനി അവൈലബിൾ MCQs ബട്ട് പ്രാക്ടീസ് ഹയർ ടയർസ്. ഇതിന്റെ ഒരു വിഷ്വൽ ഒരു സ്ട്രിപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഒരു ഹൈ, ലോ, മീഡിയത്തിന്റെ. ഓക്കെ, അപ്പൊ ഹൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മൾ അത്രയും ഷുവർ നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഫോക്കസ് ഏരിയ ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ യു പ്രാക്ടീസ് ഇറ്റ് ഫോർ വെറൈറ്റി ഗുഡ് ചാൻസ് ഓഫ് ക്വസ്റ്റ്യൻ. ഇഫ് ദ ലോ യു ഹാവ് എ മിനിമൽ പ്രിപ്പറേഷൻ ഓൺലി. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ബാക്കിയുള്ള രണ്ടും നോക്കിയിട്ട് സമയം ഉണ്ടെങ്കിലാണ് അതിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കിനി ലാസ്റ്റ് ഉള്ളത് നമുക്കൊരു പ്രൊഡക്റ്റീവ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ഈ ഒരു എങ്ങനെയായിരിക്കും എക്സാമിന് റിയൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഒരു മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എക്സാക്ട് ഇതല്ല, നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മോഡലാണ്.
ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽഡ് ആൻസേഴ്സും സ്കീംസും എല്ലാം നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ജൂൺ 2025 BEGLA 137 ലാംഗ്വേജ് ത്രൂ ലിറ്ററേച്ചർ. ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യണം. മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് എന്താണ്, നമ്മൾക്ക് ഒരു പാസേജ് തന്നിരിക്കും. ആ പാസേജ് നമ്മൾ വായിച്ചിട്ട് അതിനനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ ചോദിച്ചിട്ടുണ്ടാകും. അത് നമ്മൾ ആ വിത്ത് റെസ്പെക്ട് ടു ദ പാരഗ്രാഫ് അല്ലെങ്കിൽ ആ ഒരു പാസേജ് വായിച്ചിട്ട് വേണം നമ്മളത് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ആ ഒരു അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കണം. പ്ലസ് നമ്മുടെ ലിറ്റററി ഡിവൈസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. അടുത്ത് നമുക്ക് വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഇൻ അബൌട്ട് 150 വേർഡ്സ് ഈച്ച് ഓൺ എനി ഓഫ് ദ ടു ഓഫ് ദി ഫോളോയിങ്: മിക്സഡ് മെറ്റഫർ, the principle of politeness, cohesion in discourse, and paradox and its use in poetry. പിന്നെ നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ഫോളോയിങ് സെൻസ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് എഴുതി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ കുറിച്ച് എഴുതണം. അപ്പൊ നമുക്കിവിടെ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് യു ഹാവ് ദ ഫോർത്ത് വൺ ഇസ് ആഡ് പ്രിഫിക്സസ് ടു ദി ഫോളോയിങ് വേർഡ്സ് ടു മേക്ക് ദർ ഓപ്പോസിറ്റ്. അപ്പൊ നമ്മളിവിടെ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സിനകത്ത് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് ക്രിയേറ്റ് ചെയ്തൊക്കെ വണ്ണമുള്ള രീതിയിൽ നമ്മൾ അതിന് പ്രിഫിക്സ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ഫോർത്തിനകത്ത് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. സോ 5 into 2 = 10 മാർക്സ്. നമ്മൾ 5ാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കൺജക്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനകത്ത് ബ്ലാങ്കുകൾ ഫിൽ ചെയ്യും. ഇപ്പം വി വെയിറ്റഡ് അറ്റ് ദ സ്റ്റേഷൻ ഡാഷ് ദ ട്രെയിൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കറക്റ്റ് പക്കയുള്ള കൺജക്ഷൻ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഷീ വിൽ സക്സീഡ് ഡാഷ് ഷീ വർക്ക്സ് ഹാർഡ്. അടുത്ത ഐ ഡിഡ് നോട്ട് കോൾ ഹിം ഡാഷ് ഐ വാസ് ബിസി. ദ മൂൺ ഇസ് ബ്രൈറ്റർ ഡാഷ് ദി സ്റ്റാർസ്. ഹി കനോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ് ഡാഷ് ഈസ്. അപ്പൊ ഓരോന്നിനും കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള മീനിങ് ചെയ്യുന്ന വിധത്തിൽ ആഡ് ദി അപ്രോപ്രിയേറ്റ് കൺജക്ഷൻസ്. ഓരോ ക്വസ്റ്റ്യൻസിന് 1 മാർക്സ് ആണ്. സോ 5 into 1 5 മാർക്സ്. അടുത്ത അഗെയിൻ നമുക്ക് നേരത്തെ പോലെ തന്നെ ഇവിടെ കൺജക്ഷൻസ് അല്ല, നമ്മൾ സ്യൂട്ടബിൾ പ്രപ്പോസിഷൻസ് വെച്ചിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യുക. എവിടെയും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിനും 1 മാർക്ക്. സോ 5 into 1 5 മാർക്സ് ആണ്. ആൻഡ് 7th ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേ കണക്കാണ്. 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസ് അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകും. നമ്മളെ മിസ്റ്റേക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്ത് എഴുതണം. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് 2 മാർക്സ് ആണ്. സോ 5 into 2 നമുക്ക് വരുമ്പോൾ 10 മാർക്സ് ആണ്. അടുത്ത നമുക്കുള്ളത് 8th ക്വസ്റ്റ്യൻ ആണ്. So make sentences with the following phrasal verbs so that their meanings are clear. Bring up, call off, get through, put up with, turn. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫ്രേസസ് യൂസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ഇതിനൊരു സെന്റൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫ്രെയിം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് 9th വൺ ഡിഫൈൻ എനി 2 of the following literary devices with suitable examples. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് അത് ഡിഫൈൻ ചെയ്ത് അതിന് എക്സാമ്പിളോട് വെച്ച് വേണം നമ്മൾ കൂട്ടി ചെയ്യാനായിട്ട്. ആൻഡ് ലാസ്റ്റ് വൺ യു ഹാവ് ഇസ് റൈറ്റ് ഷോർട്ട് സ്റ്റോറീസ് ഓൺ എനി 2 of the following. അത് നമുക്ക് 100 വേർഡ്സ് ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 എണ്ണം ഉണ്ട്. അത് ഏതെങ്കിലും 2 എണ്ണം നമുക്ക് ചൂസ്. നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ഉള്ള, നമുക്ക് ഏറ്റവും ഉറപ്പുള്ള 2 ചോദ്യം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ അതിനകത്ത് എഴുതാം. അപ്പൊ ഇവിടെയാണ് യു ഹാവ് ദ 4 ക്വസ്റ്റ്യൻസ്: ഫംഗ്ഷൻ ഓഫ് റെപ്പിറ്റേഷൻ ഇൻ റെറ്ററിക്, നെക്സ്റ്റ് റോൾ ഓഫ് ഓക്സിലറീസ് ആൻഡ് മോഡൽസ് ഇൻ ഇംഗ്ലീഷ്, തേർഡ് ഇസ് ടൈപ്സ് ഓഫ് റെഫറൻസ് ഇൻ കൊഹീഷൻ, and the last one is use of questions as rhetorical device. ഇത്രയുമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള 10% കോൺഫിഡന്റ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്കുള്ളത്. അപ്പൊ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മൾ പ്രയോറിറ്റി ഏരിയാസും ഹൈയും ഒക്കെ നോക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ എക്സാം. ഡു വെൽ. ബെസ്റ്റ് ഓഫ് ലക്ക് ഡിയർ സ്റ്റുഡൻസ്. താങ്ക് യു.